ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തു. അതിൽ തന്നെ കാര്യമായിട്ട് ട്രേഡേഴ്സിനെ ഇൻവെസ്റ്റേഴ്സിനെ ഒക്കെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും FNOയുടെ STT ചാർജും എല്ലാം പെർസെൻറ്റേജ് വൈസ് ഹൈക്കാണ് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റിൽ നോക്കാം, പലരും പറയുന്നുണ്ട് വലിയ രീതിയിലുള്ള നെഗറ്റീവാണെന്ന്. നെഗറ്റീവ് തന്നെയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. പെർസെൻറ്റേജ് ഹൈക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഗെയിൻസിൽ നിന്നാണ് അത് പോകുന്നത്. അതൊരു മീഡിയം ടൈം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ടു മീഡിയം ടൈം വരെ അതൊക്കെ നിലനിൽക്കാനുള്ളൊരു സാധ്യതയുള്ളൂ. ഇപ്പോൾ നമുക്കൊരു 5% അല്ലെങ്കിൽ 2.5% ഹൈക്ക് വന്നു എന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യൻ മാർക്കറ്റിനോ ഇന്ത്യൻ എക്കണോമിക്കോ വലിയ രീതിയിലുള്ള ചേഞ്ച് വരാത്തിടത്തോളം കാലം ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇങ്ങോട്ട് കൂടത്തേ ഉള്ളൂ. അത് വരുന്ന കാലങ്ങളിൽ ഇപ്പോൾ ലോങ് ടൈമിലേക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു 1 to 2 ഇയറിൻ്റെ ഒക്കെ മുകളിലേക്കുള്ള ഒരു വ്യൂ നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എഫക്റ്റ് ചെയ്യില്ല. പിന്നെ ഗവൺമെൻറ്റിന് അറിയാം അവിടെ ഒരു 2%-ൻ്റെയോ 5%-ൻ്റെയോ ഹൈക്ക് വന്നാൽ പോലും അവർക്ക് ബെനിഫിറ്റഡ് ആണെന്നുള്ളത്. ഇപ്പം നെക്സ്റ്റ് ഒരു ചർച്ച വേറൊരു ഇവൻറ്റിലോ ന്യൂസിലോ വരുന്നത് വരെ തന്നെയുള്ള ആളുകൾ ഇതിനെ പരിഗണിക്കുക. വലിയ രീതിയിൽ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഇനി ഒരു മീഡിയം ടൈമിന് അപ്പുറത്തേക്ക് ഞാൻ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ലോങ് ടൈമിലേക്ക് ഇന്ത്യൻ മാർക്കറ്റോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്കോ എന്തെങ്കിലും സംഭവിക്കാത്ത വിധത്തിൽ നമുക്കതിനെ പറ്റിയിട്ട് വേഴ്സായിട്ടൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും എക്സ്പെക്റ്റേഷൻ. ഫ്യൂച്ചർ അൺസർട്ടൻ ആണ്, എന്തും സംഭവിക്കാം. അപ്പോൾ കൊറോണ പോലുള്ള ഇവൻറ്റ്സ് അതൊന്നും പ്രീ പ്ലാൻഡ് അല്ല. നമ്മളത് വന്നതിന് ശേഷമാണ് അതിൻ്റെ മെഷേഴ്സ് എന്തൊക്കെയാണ്, അതിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇവൻറ്റോ കാര്യങ്ങളോ വരിക എന്നല്ലാത്ത പക്ഷം നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഷോർട്ട് ടൈം ടു മീഡിയം ടൈമിൽ ഇതൊരു ന്യൂസായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആളുകൾ പറയും വലിയ രീതിയിലുള്ള നെഗറ്റീവാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനൊരു ന്യൂസ് വാലിഡിറ്റി ഇല്ല എന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കുറച്ചധികം ടാക്സ് പേ ചെയ്യേണ്ടി വരും. പിന്നെ ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും ഗവൺമെൻറ്റിൻ്റെ മേജർ വരുമാനം എന്ന് പറയുന്നത് ടാക്സ് തന്നെയാണ്. അത് എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റും അവിടെയൊക്കെ എടുക്കും. ഗവൺമെൻറ്റിൻ്റെ ലോങ് ടേം വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ആക്റ്റീവ് ഡിമാറ്റ് പാർട്ടിസിപ്പേഷനൊക്കെ ലെസ് ദാൻ 10 crore വരുന്നു. ഇപ്പോൾ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് 30-40 കോടിക്ക് മുകളിൽ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വരുന്നൊരു കാലത്ത് ഇവിടുന്ന് കിട്ടുന്ന റവന്യൂ അത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ലോങ് ടൈം വ്യൂ. അത് അവർ നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തു. നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുറച്ചധികം നഷ്ടം വരും. നഷ്ടം ഇൻ ദ സെൻസ് നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നുള്ള വിഹിതം പോകും, അത്രയേ ഉള്ളൂ. ടാക്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ബഡ്ജറ്റിൽ നമുക്ക് അനുകൂലമല്ലാത്തത് വന്നിട്ടുണ്ടായിരുന്നത്. എനിവേ, ലാസ്റ്റ് വീക്കിൽ നമ്മൾ സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് നമ്മളെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും ആദ്യത്തെ സ്റ്റോക്കാണ് ക്വിക്ക് ഹീൽ ടെക്. ക്വിക്ക് ഹീലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 635 അല്ലെങ്കിൽ 640 എബോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം ആദ്യത്തെ ദിവസം തന്നെ മാർക്കറ്റിൽ നല്ല രീതിയിലൊരു മൂവ് അപ്സൈഡിലേക്ക്, ഒരു 4%-ൻ്റെ മുകളിലുള്ള മൂവൊക്കെ അപ്സൈഡിലേക്ക് തന്നതിന് ശേഷം തിരിച്ച് സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഏരിയക്ക് ബ്രേക്ക് ഔട്ട് നടന്ന ആ ഒരു ക്യാൻഡിൽ ലോ വരെ സ്റ്റോക്ക് തിരിച്ചു വന്നിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്രസീവായിട്ട് സ്റ്റോക്കിന് ഒരു സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നവർക്ക് 575-ൻ്റെ ബിലോ അല്ലെങ്കിൽ 580-ക്ക് ബിലോ കീപ്പ് ചെയ്യാം. അതല്ല കൺസർവേറ്റീവായിട്ടൊരു ലോങ് വ്യൂയിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 545-ന് ബിലോ കീപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു ഈ 580 കട്ട് ചെയ്യുന്ന സമയത്ത്. ഞാൻ പറഞ്ഞു ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലിൻ്റെ ലോ വരെ കട്ട് ചെയ്തൊരു ക്യാൻഡിൽ ക്ലോസിങ് വരുന്ന വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന്. പലരും ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ട് ഹോൾഡിംഗ് ആണ്. സ്റ്റിൽ ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഇനി ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 614 എബോ, അതായത് ഈ ഒരു റീടെസ്റ്റ് കഴിഞ്ഞ് വന്ന ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ എബോ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സെയിം ലെവൽസ് തന്നെയാണ് നിങ്ങൾക്ക് ടാർഗറ്റിന് വാലിഡ് ആയിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്കിൽ സ്റ്റിൽ ഫ്രഷ് എൻട്രി അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഹോൾഡ് ചെയ്യാം. സ്റ്റോപ്പ് എക്സിറ്റ് ചെയ്തവർ ഇപ്പോൾ ഈ 580-ക്ക് ബിലോ 570-ക്ക് ബിലോ എക്സിറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗ്രസീവ് ടൈപ്പാണ്. അവർ ചെറിയൊരു ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത്. അല്ലാത്ത പക്ഷം വലിയ രീതിയിലൊരു നഷ്ടം ഈ ഒരു സ്റ്റോക്കിന് വലിയ രീതിയിലൊരു ലോസ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് കിട്ടുമെന്ന് ഞാനിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നല്ല രീതിയിലേക്ക് മുകളിലേക്ക് വരുന്നത് തന്നെയാണ്. 614-ൻ്റെ എബോക്ക് നല്ല രീതിയിലൊരു ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ലെവൽസ് വാലിഡ് ആയിട്ട് നമുക്ക് ടാർഗറ്റ് പിക്ക് ചെയ്യാൻ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു സ്റ്റോക്കാണ് കല്യാൺ ജ്വല്ലേഴ്സ്. കല്യാണിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടാർഗറ്റ് ലെവൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 545-ന് എബോ ആണ് നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റോക്കിൻ്റെ നമ്മുടെ ഒരു ടാർഗറ്റ് പറഞ്ഞത് 620 ആണ്.
സ്റ്റോക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 632 633 എന്ന് പറയുന്ന ലെവൽസിലാണ്. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 15% മുകളിൽ ഈ ഒരു സിംഗിൾ സ്റ്റോക്കിൽ നിന്ന് തന്നെ പ്രോഫിറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്യേണ്ട ലെവലായതിനു ശേഷം ഞാൻ ഇന്ന ലെവലിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്യാം എന്നുള്ളത് നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും അത് നമുക്ക് ബുക്ക് ചെയ്യാമെന്ന് പറയുന്ന സ്ഥലത്തൊക്കെയാണ് പലരും എൻട്രി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ടെക്നിക്കലി അവിടെ എൻട്രി പോസിബിൾ അല്ലാത്തത് ഹൈ ആണ്. നമുക്ക് റീടെസ്റ്റ് തന്ന് തിരിച്ച് കയറി പോകുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ ഒരു സ്റ്റോക്കിൽ ഇനിയൊരു എൻട്രി ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല, നമ്മൾ ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് KECL ഏകദേശം നമ്മൾ പറഞ്ഞ ലെവൽസിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത്. അതിന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 1 hour ക്യാൻഡിൽ പോലും ആ ഒരു ലെവലിൻ്റെ അബോ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. സ്റ്റോക്ക് നേരെ താഴേക്ക് വന്നതിന് ശേഷം അതിൻ്റെ താഴെ കൺസോൾഡേറ്റ് ചെയ്യാണ്. സ്റ്റിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി നമ്മൾ പറയുന്നത് 250 ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് സ്റ്റോക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റിൽ ഈ ഒരു ലെവൽ 225 അല്ലെങ്കിൽ 220 എന്ന് പറയുന്ന ലെവലിൻ്റെയൊക്കെ താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് വരിക. 280 300 ഈ ലെവൽസ് തന്നെയാണ് ടാർഗറ്റ്. ഈ ഒരു സ്റ്റോക്കിൽ പലരും എൻട്രി എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഹോൾഡ്. നിങ്ങൾ ഈ ഒരു ലെവലിൻ്റെ താഴെ 220 അല്ലെങ്കിൽ 215 ഒക്കെ താഴെ ക്ലോസ് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പ്രോപ്പർ ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് 250 കട്ട് ചെയ്ത് മുകളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ടാർഗറ്റ്സ് മുമ്പ് പറഞ്ഞ ലെവൽസ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ്. ഇത് നമ്മുടെ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. അതും ഞാൻ ടെലഗ്രാമിലൂടെ നമുക്ക് ഈ ലെവലിൻ്റെ അബോവ് നമുക്ക് എൻട്രി ഉള്ള ലൊക്കേഷനാണ്, അത് ട്രേഡ് ഓൺ ആണെന്നുള്ളത് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിരുന്ന ലെവൽ എന്ന് പറയുന്നത് 208 അല്ലെങ്കിൽ 209 എന്ന് പറയുന്ന ലൊക്കേഷൻസിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റോക്ക് ഏകദേശം ചെറിയ രീതിയിൽ വലിയൊരു മൂവ്മെൻറ്റ് തന്നിട്ടില്ല, എന്നാൽ ഇപ്പോൾ ഒരു 3% 4%, അതായത് 217 218 എന്ന് പറയുന്ന ലെവൽ വരെയൊക്കെ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 230 അല്ലെങ്കിൽ 250 ഈ ലെവൽസാണ് നമ്മുടെ ടാർഗറ്റ്. ഇത് ജസ്റ്റ് ഹോൾഡ് ചെയ്യുക, മെൻഷൻ ചെയ്ത ലെവലിൽ തന്നെ സ്റ്റോപ്പ് കീപ്പ് ചെയ്യുക, അതിനുശേഷം ഇത് റൺ ചെയ്യാൻ വിടുക. നമുക്ക് ചിലപ്പോൾ ഒരു വീക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കാം സ്റ്റോക്ക് മൂവ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റ് ഉണ്ടായിരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കാസ്ട്രോൾ ഇന്ത്യയാണ്. കാസ്ട്രോളിൽ ഏകദേശം പറഞ്ഞിരുന്നത് 278 കട്ട് ചെയ്യുന്ന സമയത്ത് എക്സാക്റ്റ് ആ ഒരു ഹൈ വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീക്കിൽ മാത്രം സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുള്ളത് 12% ആണ്. പക്ഷെ നമ്മൾ എൻട്രി ഓൺ അല്ല, ഈ ഒരു ട്രേഡിൽ എൻട്രി ഓൺ ആവണമെന്നുണ്ടെങ്കിൽ 278 കട്ട് ചെയ്യണം. 278 കട്ട് ചെയ്തൊരു ക്യാൻഡിൽ ക്ലോസിംഗ് ഒക്കെ വരുന്നത് 1 hour ക്യാൻഡിലായാലും പോലും ക്യാൻഡിൽ ക്ലോസിംഗ് ഒക്കെ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റോക്കിൽ ഇനി ആരെങ്കിലും എൻട്രി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ലെവൽസ് 240 അല്ലെങ്കിൽ 238 ലെവലിൻ്റെ താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്തിട്ട് റൺ ചെയ്താൽ മതി. നമ്മുടെ പെർഫെക്റ്റ് എൻട്രി അല്ലെങ്കിൽ വാലിഡ് ആയിട്ടൊരു എൻട്രി ലൊക്കേഷൻ എന്ന് പറയുന്നത് 278 എബോവ് ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ലെവൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ടാർഗറ്റിനുള്ള ലെവൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്സ് നോക്കാം. ഓക്കെ, നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം വരുന്നത് ബാങ്ക് ഓഫ് പ്രൊഡക്ട്സ് ഏകദേശം നല്ല രീതിയിലൊരു ഹൈ കട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് സ്റ്റോക്ക് ഓൾറെഡി റിജക്റ്റ് ചെയ്തിരുന്ന ഒരു ലൊക്കേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് വീക്കിലി ടൈം ഫ്രെയിം ആണെങ്കിലും ഡെയിലി ടൈം ഫ്രെയിം ആണെങ്കിലും സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ലാസ്റ്റ് ഒരു 1 ഇയറിൻ്റെ ചാർട്ട് ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും വീക്കിലി ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ലാസ്റ്റിലെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 760 ആണ്. നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എൻട്രി പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു 3-4% മൂവ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ആ ഒരു ലൊക്കേഷനിലേക്ക് ഒരു റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ, അതായത് 730 to 740 ഈ ലൊക്കേഷനിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. അതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ 760 ഇപ്പോൾ നിൽക്കുന്ന കറന്റ് മാർക്കറ്റ് പ്രൈസും ഓക്കെയാണ്. ഇവിടെ നമ്മൾ സ്റ്റോപ്പായിട്ട് വരുന്നത് അഗ്രസീവ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 688 കീപ്പ് ചെയ്താൽ മതി. ഇനി ലാസ്റ്റ് സ്വിങ്ങിൻ്റെ ലോ, അതായത് നമ്മൾ ലാസ്റ്റ് സ്വിങ്ങിൻ്റെ ലോ ആണെന്നുണ്ടെങ്കിൽ 665 665 താഴെ കീപ്പ് ചെയ്താൽ മതി. നമ്മൾ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് 820 840 880 എന്ന് പറയുന്ന ലൊക്കേഷൻസ് ആണ്. ഇപ്പോൾ 760 ആണ് ഇപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ 740 to 13 എൻട്രി ചെയ്യാം. ഇനി 760 ആണെങ്കിലും ഓക്കെയാണ്. നമുക്ക് സ്റ്റോപ്പ് വരുന്നത് 665 ആണ്. ടാർഗറ്റ്സ് 820 840 850 എന്ന് പറയുന്ന ലൊക്കേഷൻസ് നമുക്ക് ടാർഗറ്റാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് NOCIL ലിമിറ്റഡ്. NOCIL ഏകദേശം നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ സൈഡ് വൈസ് മൂവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈം ഫ്രെയിമിൻ്റെ അകത്തൊരു 2 ഇയറിൻ്റെ അകത്തായിട്ട് 2021-22 മുതൽ ഈ ഒരു ലൊക്കേഷൻ്റെ അകത്ത് സൈഡ് വൈസ് ആയിട്ടാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ട്രക്ചർ കഴിഞ്ഞൊരു ലാസ്റ്റ് 6 മന്തിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ബിൽഡപ്പ്, അതായത് ബ്രേക്കൗട്ടൊക്കെ തരാൻ സാധ്യതയുള്ള രീതിയിലേക്കുള്ള ബിൽഡപ്പ് വീക്കിലി ക്യാൻഡിൽസിൽ നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു കൺസോൾട്ടേഷൻ,
നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ നമുക്ക് പിക്ക് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. ഇവിടെ 319.7 ഇപ്പോൾ വീക്കിലി ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ 319.7 കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി ഉണ്ട്. അതല്ല കുറച്ചും കൂടി നമ്മൾ റിസ്കി പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 300 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 310 എന്ന് പറയുന്ന ലൊക്കേഷൻസിൽ എൻട്രി ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റോപ്പ് വരിക 280 ബിലോയാണ്. 280 ബിലോ ആണ് നമ്മൾ സ്റ്റോപ്പ് വരുന്നത്. നമ്മൾ ടാർഗറ്റ്സ് ആയിട്ട് വരുന്നത് 350, 375 എന്ന് പറയുന്ന ലൊക്കേഷൻസിലൊക്കെയാണ് നമ്മളെ ടാർഗറ്റ്സ് കിടക്കുന്നത്. 375 വരെയൊക്കെ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലുള്ള ഏരിയ ആണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ലോങ് കൺസോൾട്ടേഷന് ശേഷമാണ് സ്റ്റോക്ക് ഒരു ബ്രേക്ക് തരാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങളൊരു സേഫ് പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം കൺസിഡർ ചെയ്യുക. കുറച്ചുകൂടി റിസ്കി പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിലവിലെ മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് GHCL ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കും ഏകദേശം കുറച്ച് കാലമായിട്ട് സൈഡ് വൈസ് മാർക്കറ്റാണ്. സൈഡ് വൈസിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിലൊരു ബ്രേക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ബ്രേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഔട്ട് പോയിന്റിൽ നിന്ന് തന്നെ ഒരു 6% മുകളിൽ ഒരു 7 to 8% മുകളിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു എൻട്രി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇതിൻ്റെ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് പ്യുവറായിട്ട് നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലെവൽ എന്ന് പറയുന്നത് 98.5 ഒക്കെയാണ്. അപ്പോൾ നമ്മളൊരു 99 അല്ലെങ്കിൽ 100 എന്ന് പറയുന്ന പ്രൈസിൽ ഈ ലൊക്കേഷനിലേക്ക് സ്റ്റോക്ക് ഇനി വന്നതിന് ശേഷം എൻട്രി എടുക്കുകയാണ് കുറച്ചുകൂടെ ബെറ്റർ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 115, 120 എന്നൊക്കെ പറയുന്ന ലൊക്കേഷൻസിലാണ് നമ്മൾ ടാർഗറ്റ് കിടക്കുന്നത്. നമ്മൾ സ്റ്റോപ്പായിട്ട് കീപ്പ് ചെയ്യുന്നത് നമുക്കൊരു 88 ബിലോ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി സ്റ്റോപ്പായിട്ട്. കുറച്ചുകൂടി അഗ്രസീവ് ആവണമെന്നുണ്ടെങ്കിൽ 90 to 91 എന്ന് പറയുന്ന റേഞ്ചിന് താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. ബെറ്റർ ഒരു റീടെസ്റ്റ് എൻട്രി കൺസിഡർ ചെയ്യാം. ബ്രേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വോളിയത്തിലുള്ള ബ്രേക്കാണ്. മേ ബി ഇത് റീടെസ്റ്റ് തരാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് ആയ 106, 107 എന്ന് പറയുന്ന റേഞ്ചിൽ നിങ്ങൾ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 50% ക്വാണ്ടിറ്റിയിൽ മാത്രം എൻട്രി ചെയ്യുക. കാരണം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള റിസ്ക് വരും. സ്റ്റോപ്പ് ലോസ് അത്യാവശ്യം വലിയ റിസ്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു സ്റ്റോക്കിനെ അപ്രോച്ച് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് NTPC ആണ്. NTPCയും നമ്മൾ ഫ്രൈഡേയിൽ നമ്മൾ ട്രേഡ് ടിപ്സ് ബൈ SMK എന്ന് പറയുന്ന ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലൂടെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ട്രേഡ് നമ്മൾ ഓണാണ്, ട്രിഗർ ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻട്രി ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 393 അല്ലെങ്കിൽ 392.9 എന്നൊക്കെ പറയുന്ന ലൊക്കേഷനാണ്. അപ്പോൾ ആ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എൻട്രി വരുന്നത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 371 അല്ലെങ്കിൽ 372 എന്ന് പറയുന്ന ഏരിയകളാണ്. 420, 440 ഈ രണ്ട് ലൊക്കേഷൻസാണ് നമ്മൾ ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 420, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 440. ഈ രണ്ട് ലൊക്കേഷൻസിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് ബോഡൽ കെമിക്കൽസ് ലിമിറ്റഡിൻ്റെ ഒരു പ്രത്യേകത ഏകദേശം കഴിഞ്ഞ സ്റ്റോക്ക് നല്ല രീതിയിലൊരു ഡൗൺ സൈഡ് മൂവ് കഴിഞ്ഞതിന് ശേഷം സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിവേഴ്സലിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹൈ ഓൾറെഡി ഉണ്ട്. അതായത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ഇപ്പോഴത്തെ നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് 82 ആണ്. അപ്പോൾ 87 ഹൈ ഉണ്ട്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ലെവൽസ് എന്ന് പറയുന്നത് 99, 100 എന്ന് പറയുന്ന ലെവൽസിലാണ്. അപ്പോൾ നമുക്ക് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 75 ആണ്. 82 നമുക്ക് എൻട്രി പിക്ക് ചെയ്യാം. 74 നമ്മൾ സ്റ്റോപ്പ് ലോസ്. 87 അല്ലെങ്കിൽ 88 എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് മീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 96, 100 ഈ ടാർഗറ്റ്സ് ആയിരിക്കും നമുക്ക് വാലിഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഏകദേശം റിവേഴ്സൽ ടൈപ്പ് വരുന്നൊരു എൻട്രി ആണ്. നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. പ്രോപ്പറായിട്ട് നമുക്കൊരു ബ്രേക്ക് ഔട്ട് എൻട്രി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹോൾ ടൈം ഹൈ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കല്ല, നമ്മൾ റിവേഴ്സൽ ടൈപ്പിലാണ് വിൽക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് മുകുന്ദ് ലിമിറ്റഡ്. ഇതും ഏകദേശം സ്റ്റോക്ക് ഒരു ഡൗൺ സൈഡ് മൂവ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രോപ്പറായിട്ട് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നൊരു മാർക്കറ്റായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ, ഈ ഒരു ലാസ്റ്റ് പോയിന്റിൽ നല്ലൊരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു റിവേഴ്സൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 182 അല്ലെങ്കിൽ 183 ഈ ലെവൽസിൽ നമുക്ക് എൻട്രി പിക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. 165 ബിലോ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് 94, സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 208, നമുക്കൊരു 215, 215 വരെ നമുക്ക് ഇതിലൊരു പ്രോഫിറ്റ്, ഇതിൽ 215 വരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീക്കിൽ കൺസിഡർ ചെയ്യുന്ന സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓഫ് ഇന്ത്യ, NOCL, അതേപോലെ തന്നെ GHCL ടെക്സ്റ്റൈൽസ്, NTPC, ബോഡൽ കെമിക്കൽസ്,
അതേപോലെ വരുന്നത് മുകുന്ദ് ലിമിറ്റഡ്. ഇപ്പം മുകുന്ദ് ലിമിറ്റഡും ബോഡൽ കെമിക്കൽസും നിങ്ങൾക്കൊരു റിവേഴ്സൽ ടൈപ്പാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് പ്രോപ്പറായിട്ടൊരു ക്ലോസിംഗ് ഒക്കെ കിട്ടിയതിന് ശേഷം കൺസിഡർ ചെയ്താൽ മതി. അതേപോലെ NTPC അതേപോലെ ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടും ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഓരോ എൻട്രിയും ഓരോ ടൈപ്പിലാണ്. GHCL ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് പെർസെൻറ്റേജ്, ഒരു 4-5% മുകളിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഒരേപോലെ അല്ല നിങ്ങൾ അലോക്കേഷൻ നടത്തേണ്ട, അല്ലെങ്കിൽ എൻട്രി പോയിന്റ്സ് ഒരേപോലെ അല്ല വരുന്നത്, ഡിഫറെൻറ്റ് ടൈപ്പാണ്. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസിൻ്റെ ലൊക്കേഷൻസും ഡിഫറെൻ്റ് ആണ്. അതെല്ലാം നോട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അവിടെയാണ് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് സക്സസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ എക്സിക്യൂഷൻ ഒരു 2-3% മുകളിൽ വരികയാണ്, അല്ലെങ്കിൽ എക്സിക്യൂഷൻ നിങ്ങൾ ചെയ്യുന്നത് സ്റ്റോക്ക് നമ്മൾ പറയുന്ന ലെവൽസിൻ്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കുറയും. ഈ പറയപ്പെടുന്ന ലൊക്കേഷൻസിലാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ റിസ്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഇത് ഈക്വലായിട്ട് കൊടുക്കുക. ഒരേ സ്റ്റോക്കിൽ തന്നെ എല്ലാ എമൗണ്ടും അല്ലെങ്കിൽ ക്യാപിറ്റൽ എല്ലാതും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ 5 സ്റ്റോക്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് എല്ലാ സ്റ്റോക്കും ഒരേപോലെ അല്ല. ഇപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലാന്നുണ്ടെങ്കിൽ NTPC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ബ്രേക്ക് കഴിഞ്ഞ് നിൽക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 സ്റ്റോക്സായി മുകുന്ദ് ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ബോഡൽ കെമിക്കൽസ് ആണെന്നുണ്ടെങ്കിൽ അത് റിവേഴ്സൽ ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റോക്കിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അതിൻ്റെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം. എൻട്രി പോയിൻറ്റും സ്റ്റോപ്പ് ലോസും തമ്മിൽ എത്ര ഡിഫറൻസ്, അപ്പോൾ ഇത്ര പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് മാത്രമുള്ള റിസ്ക്കുകൾ എടുക്കുക. ക്വാണ്ടിറ്റി പിക്ക് ചെയ്യുക. പൊസിഷൻ സൈസിങ്ങിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതേപോലെയുള്ള മാർക്കറ്റ് കണ്ടീഷൻസ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മാർക്കറ്റ് കണ്ടീഷൻസ് ചേഞ്ച് ആവാം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ നമ്മൾ അഡാപ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയും, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. മാർക്കറ്റ് കണ്ടീഷൻസ് എഗെയിൻസ്റ്റ് പോകും. അപ്പോൾ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ സ്റ്റോക്സിലൊക്കെ റിവേഴ്സലായിരുന്നു. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നിഫ്റ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിലൊരു കറക്ഷൻ. അത് ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 3-5% കറക്ഷൻ ആകുമ്പോൾ നമുക്ക് ബൈയിങ് തുടങ്ങാം. അവിടെ അതിന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസും അതേപോലെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ കൂടി പറ്റണം. മുകളിലേക്ക് പോകുന്നത് മാത്രമല്ല മാർക്കറ്റ്, താഴേക്ക് വരുന്നതും മാർക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ ലോസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ഫെയിലിയർ ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ലോസിനെ നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. ഇത് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മൾ വീഡിയോസിൽ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഞാൻ സ്റ്റോപ്പ് ലോസ് അടക്കമാണ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വില്ലിങ് ആയിട്ടുള്ള കപ്പാസിറ്റിയുള്ള ക്വാണ്ടിറ്റീസ് മാത്രം എടുക്കുക. ഇവിടെ റിസ്ക് കുറയ്ക്കാനേ പറ്റത്തുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, റിസ്ക് കുറയ്ക്കാനേ പറ്റത്തുള്ളൂ ഇവിടെ. അല്ലാതെ നമുക്ക് റിസ്ക് ഇല്ലാതെയാക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ്. ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്കോ താഴേക്കോ കൊണ്ടുപോകുന്നത് എൻ്റെ ടെക്നിക്കൽ അനാലിസിസ് മാത്രമല്ല, എക്സ്റ്റേണലി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഇതേപോലെ ആളുകൾ ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പേര് പറയുമ്പോൾ ബ്ലൈൻഡ്ലി ബൈ ചെയ്യാതിരിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മളെ സേഫ് ആക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ക്യാപിറ്റലിനെ സേഫ് ആക്കുന്ന രീതിയിൽ മാത്രം ട്രേഡിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതൊരു സിസ്റ്റമായിട്ട് കൊണ്ടുപോകുക, ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യുക. അക്സെപ്റ്റ് ദ ലോസ് ആൻഡ് റൺ ദി പ്രോഫിറ്റ് എന്നാണ് പറയാം. ഓക്കെ, എനിവേ താങ്ക് യു.